എക്സൽ മീഡിയ ടിവി പ്രസൻസ് പാട്ട് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ പാട്ട് കേൾക്കാം എന്നുള്ള ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുൻപ് പ്രൊലാപ്സ്ഡ് ഡിസ്കിൻ്റെ പ്രശ്നത്താൽ നടുവേദനയാൽ വളരെ ഭാരപ്പെട്ട് നിവർന്ന് കട്ടിലിൽ കിടക്കുവാൻ കഴിയാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയ ദിവസങ്ങളുണ്ട്. അതിവേദന കൊണ്ട് ഇരിക്കുവാനോ കിടക്കുവാനോ സാധിക്കാത്ത അവസ്ഥ. ഒരു ദിവസം രാത്രിയിൽ വേദന സഹിക്കവയ്യാതെ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് വളരെ സമയം ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങേക്ക് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ തിരുവചനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയം ഒരു മറുപടിയും എനിക്കുണ്ടായില്ല, എൻ്റെ വേദന കുറഞ്ഞതുമില്ല. എന്നാൽ എപ്പോഴോ ഞാൻ കിടന്നുറങ്ങി. പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ പാട്ടിൻ്റെ 2 വരികൾ മാത്രം എൻ്റെ നാവിന്മേലുണ്ട്. കൃപ മതിയേ, കൃപ മതിയേ, തിരുകൃപ അതു മതിയേ. പ്രിയമുള്ളവരെ, ആ വരികൾ 2 പാടിക്കൊണ്ട് ഞാൻ ആ പകൽ മുഴുവൻ നടന്നു, ജോലികളെല്ലാം ചെയ്തു. ബുദ്ധിമുട്ടുകളൊന്നും തന്നെ എനിക്ക് അനുഭവപ്പെട്ടില്ല. അതിൻ്റെ വരും ദിവസങ്ങളിൽ പിന്നീട് വന്ന ദിവസങ്ങളിൽ ഈ വരികൾ ഒരു പാട്ടായിട്ട് മാറുവാനിടയായി തീർന്നു. ആ ഗാനമാണ് ഇന്നിവിടെ ആരംഭമായിട്ട് പാടുന്നത്. കരങ്ങളിൽ എന്നെ വഹിച്ചു, തിരുകൃപയാൽ എന്നെ നടത്തി, ബലഹീനതയിൽ തുണയായി അവൻ ബലത്തോടെന്നെ നടത്തി. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നമുക്ക് ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ നമുക്ക് തുല്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് കരുണ ലഭിക്കേണ്ടതിനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തിൻ്റെ മുൻപാകെ ധൈര്യത്തോടെ അടുത്ത് ചെല്ലാം. കരങ്ങളിൽ എന്നെ വഹിച്ചു, തിരുകൃപയാൽ എന്നെ നടത്തി, കൃപ മതിയേ, കൃപ മതിയേ, തിരുകൃപ അതു മതിയേ. ഈ പാട്ടോടുകൂടെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപ
ദ ലോർഡ്. 34 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവത്തെ സേവിക്കുക, സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും കരങ്ങളെ തട്ടി ആർപ്പോടെ നൃത്തത്തോടെ ഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളിൽ ആർക്കെങ്കിലും നാവ് തുറന്ന് കർത്താവിനെ ആരാധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അടുത്ത ഗാനം കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ ഈ ഗാനം ശ്രവിച്ചാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കും. യഹോവയെ ഞാൻ സ്തുതിക്കും, പുതുഗാനങ്ങൾ പാടി പുകഴ്ത്തും, ധരണിയിൽ എന്നെ കാക്കും നാഥന് നവ്യഗാനം ഞാൻ പാടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉള്ളം കലങ്ങുമ്പോൾ ആശ്വാസം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ആരോരുമില്ലാതെ ഏകനായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ചാരെ കടന്നു വന്ന് നമുക്ക് ആ സാന്നിധ്യം കൊണ്ട് നമ്മളെ സംതൃപ്തിപ്പെടുത്തുകയും ആശ്വാസം നൽകുകയും സമാധാനം നൽകുകയും ചെയ്യുന്നതാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. അവൻ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇത് പാസ്റ്റർ ജോൺ മാത്യു എഴുതിയ ഗാനമാണ്. വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് കൊടുത്ത ഒരു ഗാനമാണ്. അദ്ദേഹം അതിൻ്റെ സാക്ഷ്യത്തിലൂടെ കടന്നു പോകുന്നതായിരിക്കും. 1988 ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഗാനം എഴുതുവാൻ ഇടയായി തീർന്നത്. ആ സമയം ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിയല്ല. പക്ഷെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഇടയായി തീർന്നു. ആ സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരുമില്ലാത്തൊരു സാഹചര്യം നമുക്കുണ്ട്. ഉറ്റവർ സ്നേഹിതരൊന്നും ഇല്ലാത്തൊരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ സ്ഥാനത്ത്, ഞാൻ വിശ്വാസി അല്ലാതിരുന്ന സ്ഥാനത്ത് പോലും എന്നെ സ്നേഹിച്ച ഒരു കർത്താവുണ്ടെന്ന് അറിയുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഇത് 1988 ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. ഇത് അനേകർക്കൊരു അനുഗ്രഹമായി തീരും. ഉള്ളം കലങ്ങുമ്പോൾ ആരുമില്ലെന്ന് പ്രിയപ്പെട്ടവരാരും വിചാരിക്കരുത്. ആശ്വാസം നൽകുവാൻ നമ്മുടെ കൂടെ യേശുവുണ്ട്. ഉറ്റവരും ഉടയവരും ഒക്കെ മാറി നിൽക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ പതറിപ്പോകരുത്. ഹൃദയം ഉറപ്പിക്കുക. നമ്മുടെ ദൈവസ്ഥലം നമ്മുടെ ഹൃദയത്തെ ഏറ്റവും അധികമായിട്ട് ഉറപ്പിക്കുക. ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. ആരോരുമില്ലാതെ ഏകനായി നടന്നപ്പോൾ ആശ്രയമേകിയ നാഥ, എനിക്ക് ആശ്രയമേകിയ നാഥ. ഇന്നും ഈ പാട്ട് ഞാൻ പലപ്പോഴും പാടുമ്പോൾ അതെന്നെ വളരെയധികം ബലപ്പെടുത്തും. പിന്നെ കാണാൻ സാധിക്കുന്നത്, നിൻമുഖമൊന്ന് കണ്ടിടുവാനായി കാത്തുടു നിന്നി നാഥ. അപ്പം യേശുവിൻ്റെ മുഖം ഒന്ന് കണ്ടിടുവാൻ ഇന്നും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടവരായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് സാധാരണ എല്ലാവർക്കും പാടാൻ പറ്റുന്നൊരു പാട്ടാണ്. യഹോവയെ ഞാൻ സ്തുതിക്കും, പുതുഗാനങ്ങൾ പാടി പുകഴ്ത്തും, ഈ ധരണിയിൽ എന്നെ കാക്കും നാഥന് നവ്യഗാനം ഞാൻ പാടും. നമുക്ക് ചേർന്ന് പാടാൻ പറ്റുന്നൊരു പാട്ടാണ്. കരങ്ങളടിച്ചു പാടാൻ പറ്റുന്നൊരു പാട്ടാണ്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താം. സ്തുതിക്കും, പുതുഗാനങ്ങൾ പാടി പുകഴ്ത്തും, ധരണിയിൽ എന്നെ കാക്കും നാഥന് നവ്യഗാനം ഞാൻ പാടും. യഹോവയെ ഞാൻ സ്തുതിക്കും, പുതുഗാനങ്ങൾ പാടി പുകഴ്ത്തും, ധരണിയിൽ എന്നെ കാക്കും നാഥന് നവ്യഗാനം ഞാൻ പാടും. ധരണിയിലെന്നെ കാക്കും നാഥന് നവ്യഗാനം ഞാൻ പാടും. ഉള്ളം കലങ്ങുമ്പോൾ ആശ്വാസമേകുന്ന പൊന്നുകാന്ത നിന്നെ സ്തുതിക്കും,
എന്റെ ഉള്ളം കലങ്ങുമ്പോൾ ആശ്വാസമേകുന്ന പൊന്നുകാന്ത നിന്നെ സ്തുതിക്കും. ആരോരുമില്ലാതെ ഏകനായി നടന്നപ്പോൾ ആശ്രയമേകിയ നാഥ, എനിക്കാശ്രയമേകിയ നാഥ. യഹോവയെ ഞാൻ സ്തുതിക്കും, പുതുഗാനങ്ങൾ പാടി പുകഴ്ത്തും. ഇത്തരണിയിലെന്നെ കാക്കും നാഥനെ നവ്യഗാനം ഞാൻ പാടും. ഇത്തരണിയിലെന്നെ കാക്കും നാഥനെ നവ്യഗാനം ഞാൻ പാടും. യഹോവയെ ഞാൻ സ്തുതിക്കും, പുതുഗാനങ്ങൾ പാടി പുകഴ്ത്തും. ഇത്തരണിയിലെന്നെ കാക്കും നാഥനെ നവ്യഗാനം ഞാൻ പാടും. ഇത്തരണിയിലെന്നെ കാക്കും നാഥനെ നവ്യഗാനം ഞാൻ പാടും. ഉറ്റവർ സ്നേഹിതർ, നമ്മളെ വെറുത്തിടുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അരുമനാഥൻ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. രാത്രിയിലും പകലിലും പ്രഭാതത്തിലും ഏത് സമയത്തും നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് പറയുന്ന വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്റെ ദൈവമാണ്. വചനം പറയുന്നു, ഇന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പകലിൽ അല്ലെങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടോ, മനസ്സ് തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾക്കും നമുക്കും ആശ്രയിപ്പാൻ ഒരു വലിയവനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ചാരത്ത് അവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ ഏത് പ്രയാസമാകട്ടെ, തലമുറകളെക്കുറിച്ചുള്ള ഭാരമാകട്ടെ, കുടുംബജീവിതത്തിൻ്റെ പ്രതികൂലമാകട്ടെ, പ്രശ്നമാകട്ടെ, കടഭാരമാകട്ടെ, മദ്യപാനമാകട്ടെ, അതിനകത്ത് നമ്മളെ വിടുവിക്കാൻ നമുക്കൊരു കർത്താവുണ്ട്. നമ്മുടെ ദൈവസ്ഥലം നമ്മൾ നമ്മുടെ കുറവുകളെയൊക്കെ ഏറ്റു പറയുക, നമ്മുടെ പാപങ്ങളെയൊക്കെ നമ്മൾ യേശുവിനോടൊന്ന് തുറന്നു പറയുക. കർത്താവെ, അവിടുത്തെ രക്തത്താൽ എന്നെ പൂർണ്ണമായിട്ടും ഒന്ന് കഴുകണമേ, എന്നെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിത്യത വളരെ അടുത്തിരിക്കുക. ആ നിത്യതയിലേക്ക് നമുക്ക് ചെല്ലുവാൻ നമ്മുടെ യേശുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്, രക്ഷകനായി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ ഇത് പകൽക്കാലം യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. ഉറ്റവർ സ്നേഹിതർ വെറുത്തിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ വെറുത്തിടുമ്പോൾ എന്നെ സ്നേഹിക്കും നാഥ, എന്റെ ഉറ്റവർ സ്നേഹിതർ വെറുത്തിടുമ്പോൾ എന്നെ സ്നേഹിക്കും നാഥ. നിൻമുഖമൊന്ന് കണ്ടിടുവാനായി കാത്തിടും നിന്നീ ഞാൻ നാഥ, കാത്തിടും നിന്നീ ഞാൻ. യഹോവയെ ഞാൻ സ്തുതിക്കും, പുതുഗാനങ്ങൾ പാടി പുകഴ്ത്തും. ഇത്തരണിയിലെന്നെ കാക്കും നാഥനെ നവ്യഗാനം ഞാൻ പാടും. ഇത്തരണിയിലെന്നെ കാക്കും നാഥനെ നവ്യഗാനം ഞാൻ പാടും. ഒരിക്കൽ കൂടെ ഉറ്റവർ സ്നേഹിതർ വെറുത്തിടുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു നാഥനുണ്ട്. അവിടെ നമുക്ക് ഒരിക്കൽ കൂടി ചേർന്ന് മഹത്വപ്പെടുത്താം. ഉറ്റവർ സ്നേഹിതർ വെറുത്തിടുമ്പോൾ എന്നെ സ്നേഹിക്കും നാഥ, എന്റെ ഉറ്റവർ സ്നേഹിതർ വെറുത്തിടുമ്പോൾ എന്നെ സ്നേഹിക്കും നാഥ. നിൻമുഖമൊന്ന് കണ്ടിടുവാനായി കാത്തിടും നിന്നീ ഞാൻ നാഥ, കാത്തിടും നിന്നീ ഞാൻ. യഹോവയെ ഞാൻ സ്തുതിക്കും, പുതുഗാനങ്ങൾ പാടി പുകഴ്ത്തും. ഇത്തരണിയിലെന്നെ കാക്കും നാഥനെ നവ്യഗാനം ഞാൻ പാടും.
യഹോവയെ ഞാൻ സ്തുതിക്കും, പുതുഗാനങ്ങൾ പാടി പുകഴ്ത്തും. ഇത്തരണിയിൽ എന്നെ കാക്കും നാഥന് നവ്യഗാനം ഞാൻ പാടും. ഇത്തരണിയിൽ എന്നെ കാക്കും നാഥന് നവ്യഗാനം ഞാൻ പാടും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അടുത്തതൊരു പഴയ ഗാനമാണ് നമ്മൾ പാടാൻ പോകുന്നത്. വളരെ പഴയൊരു പാട്ട്, നമ്മൾ ക്രിസ്തീകീർത്തനത്തിലുള്ളൊരു പാട്ടാണ്. വളരെ കൂട്ടായ്മകളിലും മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ പാടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു പാട്ടാണ്. നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആഴമായിട്ടുള്ളൊരു സമർപ്പണത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവസ്നേഹം തിരിച്ചറിയുമ്പോൾ അധരങ്ങളെ തുറന്ന് നാം പാടും. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല ദേശത്തൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ തൃപ്തി ആരാധനയായിട്ടാണ് പുറത്തു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള നന്ദി ആരാധനയായിട്ടാണ് പുറത്തു വരുന്നത്. ചിലർക്ക് എങ്ങനെ നന്ദി പ്രകടിപ്പിക്കണമെന്നറിയത്തില്ല. നന്ദി പ്രകടിപ്പിക്കാത്ത മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ? താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്നത് ഒരു വലിയ മഹത്വമാണ്. അത് കേൾക്കുന്നവർക്ക് തന്നെ ഒരു വലിയ സന്തോഷമാണ്, ഹൃദയം നിറയും. പ്രിയമുള്ളവർ, ദൈവം നമുക്ക് എത്ര നന്മകൾ തന്നിരിക്കുന്നു. സ്വന്തം ജീവൻ അവസാന തുള്ളി രക്തം വരെയും ഊറ്റി തന്ന് കർത്താവ് നമ്മെ സ്നേഹിച്ചു, വീണ്ടെടുത്തു. പാപശാപ പൈശാചിക ശക്തികളിൽ നിന്ന്, മൃത്യുവിൻ്റെ താഴ്വരയിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. പാതാളത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ കർത്താവ് ജയമെടുത്ത് എത്ര വലിയ ജയവും വീണ്ടെടുപ്പാണ് ദൈവം നമുക്ക് തന്നത്. ഇതൊക്കെ ഹൃദയത്തിൽ തിരിച്ചറിയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതെങ്ങനെയാണ് വരുന്നത്? നന്ദി ആരാധനയായി പാട്ടായിട്ട് പുറത്തു വരികയാണ്. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. കുരിശിൽ തൂങ്ങി മരിച്ചവനെ, എന്നെ തേടി വന്നവനെ. ഈ ഗാനം എല്ലാവർക്കും അറിയാം. ഞങ്ങൾ പാടുമ്പോൾ തന്നെ നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും നമ്മുടെ കൂടെ ചേർന്ന് പാടി ദൈവകരങ്ങളിൽ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ വിട്ടുകൊടുക്കുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ലോർഡ്. പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ വളരെ സമർപ്പണത്തോടെ നമ്മൾ പാടിയ പാട്ടായിരിക്കാം ഇത്. കാരണം യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഏറ്റവും വലുത് യേശുവാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയവനായിരിക്കുന്ന യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞു. അന്ന് നമ്മൾ ഒരു പക്ഷെങ്കിൽ സമർപ്പണത്തോടെ ചെറിയ കൂട്ടായ്മയായിട്ട് ആരാധനാലയങ്ങളിലാകട്ടെ അന്ന് പാടിയ പാട്ടാണ് ആമേൻ. ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ. കുശവൻ കയ്യിൽ കളിമണ്ണ് പോലെ ഗുരുവേ എന്നെ നൽകിടുന്നേ എന്നീ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്നാണ് പാടേണ്ടത്. ഞങ്ങൾ ഈ പാട്ടുകൾ ഇവിടെ പാടുമ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളും ചേർന്ന് പാടുക. കുശവൻ കയ്യിൽ കളിമണ്ണ് പോലെ ഗുരുവേ എന്നെ നൽകിടുന്നേ. അടുത്ത ചരണം ഇങ്ങനെ പറയുന്നു, രോഗം, നാശം, നിന്ന, ദുഷി, വേറെ എന്തു വന്നാലും അതിനെ ജയിക്കുന്നതാണ് കൃപ. വാഴും യേശു പാദത്തിൽ ഞാൻ മുത്തം ചെയ്യും അവൻ്റെ പാദം. സ്തോത്രം അല്ലേ? ശരിയല്ലേ? വാഴും യേശുവിൻ്റെ പാദത്തിൽ ഞാൻ അമർന്നിരിക്കും, യേശുവിൻ്റെ പാദത്തിൽ ഞാൻ ചുംബിക്കും, മുത്തം ചെയ്യും. ആമേൻ. ആ യേശുവിലേക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് നമുക്ക് യേശുവിലേക്ക് വീണ്ടും മടങ്ങി വരാം. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് പഴയ ആ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഇരിക്കുന്നിടം മറന്നുപോലും ദൈവത്തെ ആരാധിച്ച ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ പാട്ടിലൂടെ നമുക്ക് നമ്മെ തന്നെ യേശുവിൻ്റെ കയ്യിലേക്ക് ഒന്നുകൂടെ സമർപ്പിക്കാം. മരണത്തെ ജയിച്ച യേശു, പാതാളത്തെ ജയിച്ച യേശു, ആ യേശു, ആമേൻ, ഞാൻ അവനിൽ നിത്യം ആശ്രയിക്കും. ആ ഗാനം നമുക്ക് ചേർന്ന് പാടി ഒരുമിച്ച് നമുക്ക് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്താം. നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്കാം. കുരിശിൽ തൂങ്ങി മരിച്ചവനെ, എന്നെ
എന്നെ ഇഷ്ടമാക്കാം. മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. പാതാളത്തെ ജയിച്ചവനെ നിന്നിൽ നിത്യം ആശ്രയിക്കും. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം മൃത്യുവിൻ്റെ താഴ്വരയിൽ മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഒരിക്കൽ കൂടെ ചേർന്ന് മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. പാതാളത്തെ ജയിച്ചവനെ നിന്നിൽ നിത്യം ആശ്രയിക്കും. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങട്ടെ. ഒരു പക്ഷെങ്കിൽ നമ്മൾ ഭവനത്തിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, ഒരു പക്ഷെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിലായിരിക്കാം. നിശ്ചയമായിട്ടും നിങ്ങളെ സ്പർശിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അവിടെ വ്യാപരിക്കണം. കർത്താവിൻ്റെ കൃപയെല്ലാം അവിടെ വെളിപ്പെടട്ടെ. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിടുക. നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിന്റെ കൃപ എന്നിലേക്ക് പകരണമേ, നിന്റെ സാന്നിധ്യത്തെ എന്നിലേക്ക് പകരണമേ. മരണത്തെ ജയിച്ചവനെ, മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ ഭയപ്പെടാതെ മുന്നേറുവാൻ അവിടുത്തെ അമിത ബലം അവിടുന്ന് എൻ്റെ മേൽ ചൊരിഞ്ഞു തരണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്ത് ഞാൻ നിനക്ക് നൽകും? എന്തു ഞാൻ നിനക്കു നൽകും? വീണ്ടെടുത്ത ദൈവമേ, എന്തു ഞാൻ നിനക്കു നൽകും? വീണ്ടെടുത്ത ദൈവമേ, ഏഴയായി ഞാൻ കിടന്നു, എന്നെ തേടി വന്നവനേ. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. എന്ത് ഞാൻ നിനക്ക് നൽകും എൻ്റെ കർത്താവേ? ഇന്ന് പലക്കാലം നമ്മൾ കർത്താവിൽ നിന്ന് ഒത്തിരി പ്രാപിച്ചവരാണ്. യേശുവിനോട് നമ്മൾ ഒരുപാട് ഭൗതിക തലത്തിലുള്ള, ആത്മീയ തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ എന്താണ് യേശുവിന് മടക്കി കൊടുക്കാനുള്ളത്? എന്നെ വീണ്ടെടുത്ത ദൈവമേ, ഞാൻ ഏഴയായി കിടന്ന സ്ഥാനത്ത്, തനിച്ചായിരുന്ന സ്ഥാനത്ത്, തകർന്നു കിടന്ന സ്ഥാനത്ത് എന്നെ തേടി വന്നത് നീ മാത്രമാണല്ലോ. തിരുവെഴുത്ത് പറയുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. നമുക്കൊരിക്കൽ കൂടി ചേർന്ന് പാടാം. എന്തു ഞാൻ നിനക്കു നൽകും? വീണ്ടെടുത്ത ദൈവമേ, എന്തു ഞാൻ നിനക്കു നൽകും? വീണ്ടെടുത്ത ദൈവമേ, ഏഴയായി ഞാൻ കിടന്നു, എന്നെ തേടി വന്നവനേ. യേശുനാഥ, നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. ജീവ
ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ. ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ. കുശവൻ കയ്യിൽ കളിമൺ പോൽ ഗുരുവേ എന്നെ നൽകിടുന്നേ. യേശുനാഥാ നിന്നിഷ്ടം എന്നിഷ്ടമാകാം. അൻപിൻ രൂപി യേശുനാഥാ നിന്നിഷ്ടം എന്നിഷ്ടമാകാം. രോഗം നാശം നിന്ന ദുഷി വേറെ എന്തു വന്നാലും. രോഗം നാശം നിന്ന ദുഷി വേറെ എന്തു വന്നാലും. വാഴും യേശു പാദത്തിൽ ഞാൻ മുത്തം ചെയ്യും അവന്റെ പാദം. രൂപി യേശുനാഥാ നിന്നിഷ്ടം എന്നിഷ്ടമാകാം. അൻപിൻ രൂപി യേശുനാഥാ നിന്നിഷ്ടം എന്നിഷ്ടമാകാം. രോഗം നാശം നിന്ന ദുഷി വേറെ എന്തു വന്നാലും. വാഴും യേശു പാദത്തിൽ ഞാൻ മുത്തം ചെയ്യും അവന്റെ നാമം. അൻപിൻ രൂപി യേശുനാഥാ നിന്നിഷ്ടം എന്നിഷ്ടമാകാം. അൻപിൻ രൂപി യേശുനാഥാ